US സഹായം നിർത്തിവെക്കുന്നത് യുക്രൈനെ ദോഷകരമായി ബാധിക്കുമെന്ന് സെലൻസ്കി ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. US പിന്തുണയില്ലാതെ അതിജീവനം സാധ്യമാകില്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. US സൈനിക സഹായമില്ലെങ്കിൽ 6 മാസത്തിനപ്പുറത്തേക്ക് പ്രതിരോധിച്ച് നിൽക്കാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും യൂറോപ്യൻ സഖ്യകക്ഷികൾ യുക്രൈനെ സഹായിക്കും. യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ലണ്ടനിൽ യോഗം കൂടുകയും ചെയ്തു. എന്നാൽ അത് US സഹായത്തോളം വരില്ല. അതുകൊണ്ടാണ് ട്രംപിനെ പരസ്യമായി എതിർത്ത ശേഷവും അനുരഞ്ജനത്തിനുള്ള സാധ്യതകൾ സെലൻസ്കി ആരായുന്നത്. US സഹായം നിലയ്ക്കുകയും അവസാനം എന്നറിയാതെ യുദ്ധം തുടരുകയും ചെയ്യുന്നത് യുക്രൈനെ മാത്രമല്ല, യൂറോപ്പിനെ മൊത്തത്തിൽ ബാധിക്കും. യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ശ്രമിച്ചാൽ പോലും യുക്രൈനെ സഹായിച്ചു നിർത്താനാവില്ല. ഇത്തരം യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ടാണ് സെലൻസ്കി അനുരഞ്ജന ചർച്ചകൾക്ക് ശ്രമിക്കുന്നത്. ട്രംപിന്റെ ധാർഷ്ട്യത്തിനും ഭീഷണിക്കും മുന്നിൽ കീഴടങ്ങുന്നു എന്നതിനപ്പുറം വലിയ മാനങ്ങളുണ്ട് സെലൻസ്കിയുടെ നീക്കങ്ങൾക്ക്. യുക്രൈൻ ഉൾപ്പെടെ യൂറോപ്പിനെ ആകെ ലക്ഷ്യമിട്ടാണ് ട്രംപ് കരുനീക്കുന്നത്. അതിനോട് എതിർത്താൽ ട്രംപിന്റെ പ്രതികാര നടപടികളുടെ മൂർച്ചയേറും. അതിനൊപ്പം നിന്ന് ആക്രമിക്കാൻ റഷ്യ ഓടിയെത്തുകയും ചെയ്യും. യുക്രൈനിലെ യുദ്ധം അവസാനിക്കില്ല എന്ന് മാത്രമല്ല, റഷ്യ ആക്രമണവും കടുപ്പിക്കും. സൈനിക സാമ്പത്തിക സഹായമില്ലാതെ അധിക നാൾ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ യുക്രൈൻ കീഴടങ്ങേണ്ടി വരും. അപ്പോഴേക്കും രാജ്യം കുട്ടിച്ചോറായിട്ടുണ്ടാവും. അത് മുന്നിൽ കണ്ടാണ് രാജ്യത്തെയും ജനതയെയും സംരക്ഷിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് സെലൻസ്കി എത്തിച്ചേർന്നത്.